പൊൻകുന്നം ഇടത്തംപറമ്പ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൂൺ കൃഷിയിൽ പരിശീലനം നൽകി. അസോസിയേഷനിലെ അംഗങ്ങളാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. കൂൺ കൃഷി പരിശീലക എറണാകുളം സ്വദേശിനി സൗമ്യ സുരേഷ് അംഗങ്ങൾക്കായി ക്ലാസുകൾ നൽകി. കൂൺ കൃഷിയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകിയാണ് പരിശീലനം നടത്തിയത്. മീഡിയം വൈക്കോലിൽ ചെയ്യാം, പെല്ലറ്റിൽ ചെയ്യാം, വാഴക്കച്ചിയിൽ ചെയ്യാം, പേപ്പറിൽ ചെയ്യാം, നൂൽച്ചാക്കിൽ ചെയ്യാം, മീഡിയം ഏതിലും ചെയ്യാം, തെങ്ങിൻ്റെ ഉള്ളിൽ ചോറിൽ ചെയ്യാം, അടയ്ക്കാത്തൊണ്ടിൽ ചെയ്യാം. മീഡിയം ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് ആ മീഡിയങ്ങൾ ഒരുപാട് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ വൈക്കോലിലും പെല്ലറ്റിലേക്കും മാത്രമായിട്ട് ഒതുങ്ങിപ്പോയത്. വൈക്കോൽ അറക്കപ്പൊടിയിലും ചെയ്യാം. അത് പെല്ലറ്റ് അറക്കപ്പൊടിയുടെ മീഡിയം. കൂടുതൽ വിളവ് നമുക്ക് ഒത്തിരി കിട്ടുന്നത് വൈക്കോലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈക്കോല് പൊതുവിൽ ഗ്രോത്ത് കയറി വരാൻ 15 ദിവസമാണ്. കറക്റ്റ് 20-ാം ദിവസം വിളവ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം നമുക്ക് വിളവ് കിട്ടും. അത് കറക്റ്റായിട്ട് ഒന്നുക്കൊന്നരാടം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ പെല്ലറ്റ് ഇന്ന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസം കഴിഞ്ഞായിരിക്കും അടുത്ത വിളവ് വരിക. വ്യാവസായിക അടിസ്ഥാനത്തിൽ പാൽ കൂൺ, ചിപ്പിക്കൂൺ ഇവ കൃഷി ചെയ്യുന്നതിൽ പരിശീലനം നൽകി. വർഷങ്ങളായി മുളംതുരുത്തിയിൽ കൂൺ കൃഷി നടത്തുകയും മാസ്റ്റർ പരിശീലകയുമാണ് സൗമ്യ സുരേഷ്. കൂണിടം എന്ന പേരിലുള്ള കൂൺ കൃഷി പരിശീലന സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്. സ്വന്തമായി 1000 ബഡ് കൂൺ തയ്യാറാക്കുന്ന ബഡുണ്ട്. വർഷം മുഴുവൻ കൂൺ, വിത്ത് എന്നിവ വിതരണം ചെയ്തു വരുന്നു. റിട്ടയർഡ് BDO മുഹമ്മദ് സലീം, റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രാധാമണി, പഞ്ചായത്ത് അംഗം ഷാക്കി സജീവ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.